യേശു ക്രിസ്തുവിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയരെ, 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന പഠന ശിബിരത്തിൻ്റെ 9ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ത്രന്തോസ് സൂനകദോസിൻ്റെ വിജയത്തിനായിട്ട് ഏറെ ത്യാഗപൂർണമായ സേവനങ്ങൾ കാഴ്ചവെച്ച കോൺഗ്രിഗേഷനുകൾ, വ്യക്തികൾ എന്നിത്യാദികളെ സംബന്ധിച്ചുള്ള വിശകലനത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് കടക്കട്ടെ. ട്രെൻഡ് കൗൺസിൽ വിളിച്ചു ചേർക്കുന്നതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സഭാ സംവിധാനമാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ജെസ്യൂട്ട് സഭ. അതുകൊണ്ട് തന്നെ നാം അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്പെയിൻകാരനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ സുഹൃത്തുക്കളായ ഡിയാഗോ ലെയ്നസ്, അൽഫോൻസോ സാൽമറോൺ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, പീറ്റർ ഫേബർ, സൈമൺ റോഡ്രിഗസ്, നിക്കോളാസ് ബോബഡില്ല എന്നിവരുടെ സഹകരണത്തോടെ AD 1531 സ്ഥാപിക്കുകയും 1540 സെപ്റ്റംബർ 27 പോൾ മൂന്നാമൻ പാപ്പ അംഗീകരിക്കുകയും ചെയ്ത സഭയാണ് ജെസ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന സൊസൈറ്റി ഓഫ് ജീസസ്. കുരിശിൻ്റെ കൊടിയുടെ കീഴിൽ ഈശോ സഭ അംഗം ദൈവത്തിൻ്റെ പടയാളിയാണ് എന്നാണ് ഈശോ സഭയ്ക്ക് അംഗീകാരം നൽകുന്ന കൽപ്പനയിൽ പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നത്. തൻ്റെ സംഘാംഗങ്ങളോടൊപ്പം 1537 കത്തോലിക്ക സഭയിലെ പട്ടക്കാരായി മാറിയ ഇനിഗോ എന്ന ഇഗ്നേഷ്യസ് ലയോള മാൻറോസ എന്ന സ്ഥലത്തെ ഒരു ഗുഹയിൽ കഠിനമായ തപോനിഷ്ഠയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുന്ന കാലത്ത് രൂപം നൽകിയ ഒരു കൃതിയാണ് ആധ്യാത്മിക അഭ്യാസങ്ങൾ അഥവാ സ്പിരിച്വൽ എക്സസൈസസ്. പിൽക്കാലത്ത് പല സന്ദർഭങ്ങളിലായി പരിഷ്കരിച്ച ഇത് 1548 പ്രസിദ്ധം ചെയ്തു. ഈ കൃതിയിൽ 4 ഭാഗങ്ങളായി ധ്യാനങ്ങളും നിയമങ്ങളും വിശകലനം ചെയ്തിരിക്കുകയാണ്. പാപത്തെപ്പറ്റിയും അനന്തര ഫലങ്ങളെക്കുറിച്ചുമൊക്കെ 1ാം ഭാഗം ചർച്ച ചെയ്യുന്നു. 2ാം ഭാഗത്ത് ജീവിതത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെയും പ്രാധാന്യം വിഷയമാക്കിയിരിക്കുന്നു. കർത്താവായ ഈശോ മിശിഹായുടെ കഷ്ടാനുഭവങ്ങളാണ് 3ാം ഭാഗത്ത് വരിക. എങ്കിൽ 4ാം ഭാഗത്തിൻ്റെ വിഷയം ഉയർത്തെഴുന്നേറ്റതും മഹത്വീകരിക്കപ്പെട്ടതുമായ ക്രിസ്തുവിനെ പറ്റിയുള്ള ധ്യാനമാണ്. ഈ കൃതിയുടെ ഒരു ഭാഗത്ത് താൻ സ്ഥാപിച്ച ഈശോ സംഘത്തിൻ്റെ നിയമാവലികളും റൂൾസ് ഫോർ തിങ്കിങ് വിത്ത് ദ ചർച്ച് എന്ന ശീർഷകത്തിൽ വിശുദ്ധ ലയോള കൊടുത്തിട്ടുണ്ട് എന്നതും സ്മരണീയമാണ്. അതുകൊണ്ട് തന്നെ ഈശോ സഭക്കാരുടെ പരിശീലനത്തിനും വായനയ്ക്കും ഈടുറ്റ ഒരു മുതൽക്കൂട്ടായി തീർന്നു ഈ ഗ്രന്ഥം എന്നതാണ് യാഥാർത്ഥ്യം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് രൂപം കൊണ്ട ഈ സഭയ്ക്ക് പ്രൊട്ടസ്റ്റന്റുകാരുടെ മാനസാന്തരമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. അന്ന് തൻ്റെ അനുയായികൾക്ക് ഇഗ്നേഷ്യസ് നൽകിയിട്ടുള്ള ഉപദേശത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അദ്ദേഹം പറയുന്നു, പാഷണ്ഡികൾ സന്നിഹിതരായിരിക്കുമ്പോൾ നിത്യസത്യങ്ങൾ പ്രതിപാദിക്കുക സൂക്ഷിച്ചു വേണം. ഉപവിയുടെയും ക്രിസ്തീയ ആത്മനിയന്ത്രണത്തിൻ്റെയും മാതൃക അവർക്ക് കാണുവാനാകണം. കഠിന പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം. യാതൊരു പുച്ഛവും പ്രകാശിപ്പിക്കരുത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ കൂടി താൽപ്പര്യപ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ട ട്രെൻഡ് കൗൺസിലിലേക്ക് അതിൻ്റെ നടത്തിപ്പ് സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിയാഗോ ലെനസ്, പീറ്റർ ഫേബർ, അൽഫോൻസോ സാൽമറോൺ എന്നിവരുടെ സേവനം വിട്ടുകൊടുത്തും സഹകരിച്ചു എന്നത്
ഈശോ സഭയുടെ സവിശേഷതയായി നാം കാണേണ്ടതുണ്ട്. ഈ സേവനങ്ങൾ വിട്ടുകൊടുത്തത് വിശുദ്ധ ഇഗ്നേഷ്യസ് തന്നെ ആയിരുന്നു എന്നതും ഓർക്കുക. ഇഗ്നേഷ്യസ് ലയോള 1556 ജൂലൈ 31 കർത്തൃപാദം ചേരുമ്പോൾ ഈശോ സഭയ്ക്ക് 6 ഭവനങ്ങളിലായി 1000-ലധികം അംഗങ്ങളും ഉണ്ടായിരുന്നു. 1964 ആയപ്പോഴേക്കും ഈ അംഗസംഖ്യ 36,000 കവിഞ്ഞിരുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട്. ലോകോത്തര കലാശാലകൾ പലതും ഈശോ സഭയുടേതായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നതും കാണുക. 1622 മാർച്ച് 12 കത്തോലിക്കാ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇഗ്നേഷ്യസ് ലയോളയെ 1922 ആധ്യാത്മിക അഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയൂസ് 11 പാപ്പ ഉയർത്തുകയുണ്ടായി. ആഡ് മജോറേം ദേയി ഗ്ലോറിയാം, അതായത് എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന് എന്നതായിരുന്നു ഈ വിശുദ്ധൻ്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം എല്ലാവരുടേതുമായി മാറേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിലും എന്നത് ഓർക്കുക. അടുത്തതായി നാം പോകുന്നത് ഓർഡർ ഓഫ് ഊർസുലിൻസിലേക്കാണ്. AD 362 ഇംഗ്ലണ്ടിലെ കോർണേവായിൽ ജനിക്കുകയും 451 ഒക്ടോബർ 21 രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത കന്യകയായ വിശുദ്ധ ഊർസുലയെ പരിത്രാണ പുണ്യവതിയായി സ്വീകരിച്ചിട്ടുള്ള ഊർസുലിൻ സഭയുടെ സ്ഥാപക വിശുദ്ധ ഏഞ്ചല ഡെ മെറീഷിയാണ്. 1535 നവംബർ 25 സ്ഥാപിതമായ ഈ സഭയ്ക്ക്, അതായത് ഊർസുലിൻ സഭയ്ക്ക് 1544 പോൾ 3 പാപ്പ അംഗീകാരം നൽകുകയുണ്ടായി. ഇറ്റലിയിലെ ബ്രേഷ്യയിൽ സ്ഥാപിതമായ ഈ സഭയുടെ സ്ഥാപകയായ ഏഞ്ചല ഡെ മെറീഷി 1540 ജനുവരി 27 മരണമടഞ്ഞു. 1807 7 പിയൂസ് പാപ്പ ഇവരെ വിശുദ്ധയായി നാമകരണം ചെയ്തു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, രോഗി പരിചരണം, ആവശ്യത്തിലിരിക്കുന്നവരുടെ കരുതൽ എന്നിവയിൽ ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സഭ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ സ്ഥാപിച്ച് നടത്തുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നു. ഇവരും സുനകദോസിൻ്റെ ട്രെൻഡ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോയവരായിരുന്നു എന്നത് ഓർക്കുക. പ്രിയരെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം. നന്ദി, നമസ്കാരം.